വി ആർ ഡെസ്റ്റിൻഡ് ടു ഗെറ്റ് ദിസ്. ഈ പ്രതിപക്ഷ കൗൺസിലർമാരോട് ചോദിക്കുമ്പോൾ അത് ബീന ടീച്ചർ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. കോഴിക്കോടിന് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു സമ്മാനമായി എല്ലാ കാലത്തും ഓർക്കപ്പെടുമല്ലോ. അതാണ് എന്നല്ല, നമ്മുടെ ഈ ഒരു സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും നമ്മൾ കോഴിക്കോട്ടുകാർ മോശമല്ല എന്ന് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവനും ഏറ്റവും പണക്കാരനും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അംഗീകാരമായിരുന്നു അത്. കണ്ണുരുട്ടുന്നൊരു പാർട്ടി സെക്രട്ടറി, കുറച്ച് കമ്മിറ്റി അംഗങ്ങൾ, എന്നോട് അവരാരും കണ്ണുരുട്ടിയില്ല. അഴിമതിയുള്ളതായി തോന്നിയിട്ടില്ല എനിക്ക്. ആരോടെങ്കിലൊക്കെ നീരസം. അപ്പം ആ അർത്ഥത്തിൽ എന്നെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. സത്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും മാതൃകാപരമായ കാര്യമല്ലേ ചെയ്തത്. അഴിമതി ചെയ്യുന്നവരൊരു ആർട്ടിസ്റ്റാണ്. ആ ഡിറ്റക്റ്റീവ് ഈസ് ഓൺലി എ ക്രിട്ടിക് എന്നാ പറയാം. 5 വർഷം കൊണ്ട് രാഷ്ട്രീയക്കാരിയായി എന്ന് തോന്നിയോ? ഇല്ല, പാവപ്പെട്ട ആളിനെ ചെയ്തിട്ട് പോട്ടെ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ അഴിമതി ആരോപണം വരുമ്പോൾ ഇവർ അഴിമതി ചെയ്തെന്നുള്ളതിന് എനിക്കൊരു തെളിവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി രാഷ്ട്രീയത്തിലുണ്ടോ അല്ലെങ്കിൽ ഇനി ഇത്തരം മേഖലകളിൽ തന്നെ തുടരുമോ? നേരത്തെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ സാഹിത്യത്തിലും എഴുത്തിലൊക്കെ ഉണ്ട്. സഹിക്കാൻ പറ്റില്ല എനിക്കത്. അത്രയും ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവന്മാരിന്നിട്ട് ഇങ്ങനെ ഈ ഫയലൊന്താണ്. അവാർഡ് ദാന ചടങ്ങിൽ സാറാ ജോസഫ് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു മേയറെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞു ശാപം കിട്ടും നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. അത് കിട്ടുന്നുള്ള ഉറപ്പാണ്. അത് ആർക്കായാലും കിട്ടും. കാരണം ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കക്ഷിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസ്സാണ് എനിക്കെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട് എന്നെപ്പറ്റി. അതുകൊണ്ട് ഇന്നും ഒരു പ്രായമായ ഒരു സഖാവ് തുടക്കത്തിൽ നന്നായിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തൊരു മനുഷ്യൻ്റെ മൃതശരീരത്തിൻ്റെ മേലെ ആ ചുവന്ന കൊടി കാണുമ്പോൾ ഞാൻ കരയും. കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ് എന്നോടൊപ്പം ഉള്ളത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ബീന ടീച്ചർ എന്നാണ്. സാധാരണ മേയർമാരോട് കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രത്യേക ഇഷ്ടവും സ്നേഹമൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അധികം സ്നേഹം ബീന ടീച്ചറോട് കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ കുഴപ്പമായി. എന്ത് പറ്റി? എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കല്ലേ, ഇനിയും വരണം. എൻ്റെ പ്രായമൊന്നും ആൾക്കാർക്ക് പ്രശ്നമല്ല. അതാ എന്ത് തീരുമാനിച്ചിട്ടില്ല. മോനെ കുറച്ചൊരു വിശ്രമം വേണ്ടേ. ഈ മേയറുടെ പണി എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. പിന്നെ നമ്മൾ എല്ലാവരും ഓടി നടന്നില്ലേ. ടീച്ചർ ശരിക്കും ഹാപ്പിയാണോ ഈ ഒരു 5 വർഷം നോക്കുമ്പോൾ? 5 വർഷം കുറേ ഹാപ്പിനെസ്സും അഭിമാനവും ഒക്കെ നമുക്ക് തോന്നിയ അവസരങ്ങളുണ്ട്. അതോടൊപ്പം കുറച്ച് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള സങ്കടമുണ്ട്. പക്ഷേ നമുക്കുള്ള നേട്ടവും അല്ലെങ്കിൽ ചെറിയ ചില പോരായ്മകളും വെച്ച് നോക്കുമ്പോൾ നേട്ടം തന്നെയാണ് മുമ്പിൽ. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തതുപോലെ നടക്കണമെന്നില്ല. എന്നാൽ പോലും ഭയങ്കരമായൊരു എന്താ പറയുക ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ചാരിതാർത്ഥ്യം തോന്നുന്നൊരു സംഭവം. ചാരിതാർത്ഥ്യമുണ്ട്, അത് ശരിയാവും. ആ വാക്കാണ് ഏറ്റവും ശരി. ഒരു ചാരിതാർത്ഥ്യത്തോടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അത് അങ്ങനെ തോന്നിയൊരു മുഹൂർത്തം ഏതാണ്? എനിക്ക് ഭയങ്കര അത് ചെയ്തല്ലോ ഞാൻ എന്ന് പറയാം. അതെനിക്ക് തോന്നുന്നു പല മുഹൂർത്തങ്ങളിലും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മൾ വന്ന് കയറിയപ്പോൾ മുതൽ, കൊറോണയുടെ കാര്യത്തിൽ കോർപ്പറേഷൻ തീരുമാനിച്ച നിലപാടുകൾ മുതൽ, ശുചിത്വം, അതിനുവേണ്ടി ധാരാളം മീറ്റിങ്ങുകളും സെമിനാറുകളും ചർച്ചകളും നടത്തി, എന്നിട്ട് നമ്മൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് അഴക് എന്നുള്ള പേരൊക്കെ ഇട്ടുകൊണ്ട് പൊതുജനങ്ങളുടെയൊക്കെ ഒരു പിന്തുണയൊക്കെ ലഭിച്ച സമയത്ത് സന്തോഷം തോന്നിയിട്ടുണ്ട്. ഏറ്റവും അധികം അഭിമാനം തോന്നിയൊരു സമയമാണ് നമ്മുടെ കല്ലായി പുഴ. 6 വട്ടം ഞങ്ങൾ വന്ന ശേഷം തന്നെ അതിനകത്ത് എന്ത് നടന്നു, ടെൻഡർ നടന്നു. എന്നിട്ടോട് ഇനി എന്തും വരട്ടെ, ഞങ്ങളെല്ലാവരോടും വിളിച്ച് ചോദിച്ചു, പ്രതിപക്ഷത്തോടൊക്കെ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ ഇത്തിരി പൈസ കൂടിയാലും വേണ്ടില്ല, ഇത് ഉറപ്പിക്കണം എന്ന്. അങ്ങനെ അതിൻ്റെ പണി തുടങ്ങിയപ്പോൾ എനിക്ക് തീരെ വയ്യ. ഞാൻ വീണ ശേഷം എനിക്ക് നടക്കാൻ വയ്യാതാണെങ്കിൽ പോലും ഞാൻ ചുവരിൽ ഓരോരുത്തരെ പിടിച്ചിട്ട് ആ ട്രെഡ്ജിങ് തുടങ്ങുന്ന സമയത്ത് അവിടെ പോയി നിന്നു. അതൊക്കെ വല്ലാത്ത അഭിമാന മുഹൂർത്തങ്ങളായിരുന്നു. പറയാതെ പോയത് ഞങ്ങളൊക്കെ സാഹിത്യനഗരത്തെ കുറിച്ച് പറയുന്നത് അല്ല, സാഹിത്യനഗരം കുറേ കേട്ടില്ലേ എല്ലാവരും. സാഹിത്യനഗരത്തിൻ്റെ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ശരിക്ക്. 2 തരത്തിലാണ്. ഒന്ന്, കിട്ടുമെന്ന പ്രതീക്ഷ എനിക്ക് 100%ആയിരുന്നു. എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ്. അല്ല, എനിക്ക് എന്താ വെച്ചാൽ കോഴിക്കോട് അർഹതയുണ്ട്, അങ്ങനെ അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തു എന്നതുകൊണ്ടല്ല. കോഴിക്കോടിന് അതിന് അർഹതയുണ്ടെന്നും അതിനെ നന്നായി പ്രൊജക്റ്റ് ചെയ്യാൻ കോഴിക്കോട്ടെ എല്ലാ പത്രമാധ്യമങ്ങളും, എല്ലാ സംഘടനകളും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിൽ ഒരുമിച്ച് നിന്നു. അതുകൊണ്ടുണ്ടാവുന്ന, അപ്പോൾ നമ്മൾ ഓരോ ബിഡ് ഡോക്യുമെൻ്റ് തയ്യാറാക്കുമ്പോഴും അത് പൂരിപ്പിക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്നൊരു അഭിമാനമുണ്ട് നമ്മളെക്കുറിച്ച്. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ഒരു ഗതകാല സ്മരണ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി നല്ല സംസ്കാരങ്ങളുടെ തിരിച്ചുവരവ് നമ്മൾ സ്വപ്നം കാണുകയാണ്. നമ്മുടെ നഗരത്തെ നമ്മൾ പിന്നോട്ട് പോയിട്ട് നോക്കിക്കാണുകയാണ്. ആ അവസരം കിട്ടിയപ്പോഴാണ് എന്തുമാത്രം സാംസ്കാരികമായ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമുള്ള വൈവിധ്യമുള്ള വളരെ ശ്രേഷ്ഠമായ സ്വഭാവ ഗുണങ്ങളുള്ള ഒരുപാട് ഗവേഷണമൊക്കെ ആവശ്യം വന്നു. കുറച്ച് ഗവേഷണം ആവശ്യം വന്നിരുന്നു. ശരിക്കും പലരുടെയും സഹായങ്ങൾ തേടേണ്ടി വന്നിരുന്നു. പല പുസ്തകങ്ങൾ വായിക്കേണ്ടി വന്നിരുന്നു ഈ അറിവിൻ്റെ പിന്നിലേക്ക് പോകാനായിട്ട്.
ഒത്തിരി പേരോട് ചർച്ച ചെയ്യേണ്ടി വന്നിരുന്നു. പിന്നെ ചില ഭാഗ്യം ഉണ്ടാവും രഞ്ജിത്ത്. എങ്ങനെയാണെന്നറിയോ, നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സാധനം നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ചാടി ഇങ്ങോട്ട് വരും ചില സമയത്ത്. നിയോഗം പോലെ. അതൊരു നിയോഗമാണ്. അതൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുക വി ആർ ഡെസ്റ്റിൻഡ് ടു ഗെറ്റ് ദിസ്. ആ ഒരു വിശ്വാസത്തിലാണ് ഇത് കൊടുത്തത്. പിന്നെ നമുക്ക് എല്ലാ തരത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ, അതുപോലെ നമ്മുടെ മുരളീധരൻ മിനിസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു വളരെയേറെ നമ്മളെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നല്ല കമൻറ്റുകളും അതുപോലുള്ള സഹായവും അങ്ങനെ കുറേ അനുകൂല ഘടകങ്ങൾ വന്നു ഭവിച്ചു. അപ്പോൾ ഞാൻ 100% വിശ്വസിച്ചു നമുക്ക് കിട്ടുന്നു. എനിക്ക് കിട്ടില്ല എന്നതിനെക്കുറിച്ച് യാതൊരു ബോധം ഒരിക്കലും ഉണ്ടായില്ല. അപ്പോൾ ഓഗസ്റ്റിലും ജൂലൈയിലും റിസൾട്ട് വരും എന്നൊക്കെ ഇവിടെ പലരും പറഞ്ഞിരുന്നു. അത് വരാതിരുന്നപ്പോൾ പലരും എൻ്റെ പുറകിൽ പരിഹസിച്ചിരുന്നു. അത്രേ ഞാൻ കേട്ടില്ല, നന്നായില്ലേ കേട്ടാ സങ്കടം വരില്ലേ. ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു ഇവിടെ പലരും. അപ്പോൾ എന്തായിരുന്നു ഇവിടെ ശരിയാ, എന്തായിരുന്നു അതിന് വേണ്ടിയുള്ള ഒരുക്കം എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷെ അതൊന്നും ഞാൻ കേട്ടതേ ഇല്ല. എത്ര നന്നായി എന്ന് ആലോചിക്കുക. അതുകൊണ്ട് അതങ്ങ് കിട്ടിയൊരു നിമിഷം ഒരു 10 മണിക്കാണ് അറിയുന്നത് നമുക്ക് അവാർഡ് ഉണ്ട് എന്നും. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം, അത് നമുക്കറിയായിരുന്നു, വേറെ നഗരങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. അത് കിട്ടിയപ്പോൾ നമുക്ക് ഏറ്റവും അധികം സംതൃപ്തി തോന്നിയ, എനിക്ക് കോഴിക്കോടിന് കൊടുക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു സമ്മാനമായി ഓർക്കപ്പെടുമല്ലോ. അതാണ്. എന്നല്ല, നമ്മുടെ ഈ ഒരു സംസ്കാരത്തെയും നമ്മുടെ പൈതൃകത്തെയും നമ്മൾ കോഴിക്കോട്ടുകാർ മോശമല്ല എന്ന് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവനും ഏറ്റവും പണക്കാരനും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അംഗീകാരമായിരുന്നു അത്. അതിൽ വല്ലാത്തൊരു നിറവുണ്ട് മനസ്സിൽ. നമ്മളിപ്പോൾ ഈ അധികാരത്തിലേക്കൊക്കെ വരുമ്പോൾ, അധികാരത്തിന് മാറി നിന്ന് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ചെയ്യായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമല്ലോ. ടീച്ചറും മേയർ ആവുന്നതിന് മുമ്പ് ഞാൻ മേയറായ ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അത് ഞാൻ മേയറായ ശേഷമാണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് ആലോചിച്ചിട്ടേ ഇല്ല രഞ്ജിത്ത്. ഞാൻ മത്സരിക്കാൻ നിൽക്കുമ്പോഴും എന്നെ ഇനി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കുമല്ലോ, ഉത്തരവാദിത്തം എടുത്ത് മടുത്തു. നിനക്കറിയാലോ, ഞാൻ ഏത് സ്കൂളിലായാലും വ്യത്യസ്തമായിട്ട് ജോലി ചെയ്യുന്നില്ല, ഒരു കാലവും വിചാരിച്ചിട്ടില്ല. മനോരമയിലെ ആ ന്യൂസ് 3 പേരെ മാസ്റ്റർ പാർട്ടി കൺസിഡർ ചെയ്യുന്നു എന്ന് അടുത്ത വീട്ടിലെ കുട്ടി വിളിച്ചു പറഞ്ഞതേ ബീനാൻറ്റിയുടെ പേര് ഇതേ പത്രത്തിൽ വന്നിരിക്കുന്നു, ഫോട്ടോ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതീക്ഷിച്ചതല്ല, എനിക്ക് തരരുതേന്നാ പ്രതീക്ഷിച്ചത്. ഒരു സാധാ കൗൺസിലറായിട്ട് എൻ്റെ വാർഡിൽ, നല്ല മനുഷ്യരുള്ള എൻ്റെ വാർഡിൽ നടന്ന് അവിടുത്തെ ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും വയ്യാത്തവർക്കും ഒക്കെ ഒരു ആലംബമായിട്ട് പ്രവർത്തിക്കണം എന്നൊരു തരത്തിലൊരു ഒരു സന്യാസ ജീവിതം പോലെയായിരുന്നു ഞാൻ ആ കൗൺസിലർഷിപ്പിനെ മത്സരിച്ച് തുടങ്ങിയപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ മനസ്സ് സങ്കല്പിച്ചു. സാധാരണ ചില ആൾക്കാർ നമ്മളിങ്ങനെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ, അങ്ങനെയായിരിക്കും. എനിക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, വായിച്ചേ തീരുന്നില്ല. പിന്നെയല്ലേ എഴുതാനുള്ള ഓഫറുകളൊക്കെ കഥകളായിട്ട്, കുട്ടികളുടെ കഥകളായിട്ട്, റഷ്യയിലെ ചില പ്രത്യേക പുസ്തകങ്ങളുടെ തർജ്ജമ, അത് ഇംഗ്ലീഷിലേക്കുള്ള തർജ്ജമേനെ മലയാളത്തിലേക്ക് ആക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ള കുറേ ട്രാൻസ്ലേഷൻസൊക്കെ വന്നിരുന്നു. അപ്പോൾ പിന്നെ പുസ്തകം എഴുതാനുള്ള പൈസ, അത് നല്ല പൈസയൊക്കെ നീട്ടിക്കൊണ്ട് ഓരോ പബ്ലിഷേഴ്സ് പുറകെ വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ചോയ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് തന്നെ അലട്ടിയില്ല. പിന്നെ കോവിഡ് വന്നപ്പോൾ ഞാനൊരു ഒരു സാധാ സ്ത്രീയായിട്ട് ഇങ്ങനെ വളരെയേറെ പ്രകൃതിയും ഭൂമിയും എനിക്കുള്ള 7 തുണ്ടിലും നടന്നു പോകുന്ന ഭാഗത്തുമൊക്കെയുള്ള എല്ലാ ചെടികളെയും പൂക്കളെയും അതിനകത്ത് വരുന്ന ചിത്രശലഭങ്ങളെയൊക്കെ കണ്ടും പഠിച്ചും തൊട്ടും തലോടിയും തഴുകിയും ഒക്കെ ഇങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റെ. ആ മേയർ ആവുന്നു എന്നുള്ള മനസ്സിൽ വിചാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു ചിത്രം അങ്ങനെ മനസ്സിൽ വരും. അവിടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ പോയത് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ബാത്റൂംസ് ഞാൻ കയറിയ ഉടനെ പറഞ്ഞത്, സ്ത്രീകൾക്ക് ശരിക്കും ആ സൗകര്യം ഇല്ലല്ലോ, അതുകൊണ്ട് ശുചിമുറികൾ നമ്മൾ കുറച്ചുകൂടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അത് വാസ്തവത്തിൽ വിചാരിച്ചതുപോലെ അതിനുശേഷം നമ്മൾ കുറേ എണ്ണങ്ങൾ അവിടെ ഇവിടെയൊക്കെ വെച്ചെങ്കിലും എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി രഞ്ജിത്ത് വരെ കൊണ്ടുവന്നില്ലേ, ഞാൻ ബീച്ചിൽ 4 അപ്പുറമായിട്ട് വെച്ച് തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നില്ലേ, അതൊക്കെ നടക്കാതെ പോയതിൽ എനിക്ക് നിരാശയുണ്ടായിരുന്നു. ഇപ്പോഴും ആ നിരാശയുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഫുഡ് സ്ട്രീറ്റ് വന്നില്ലേ അവിടെ, ആ ബീച്ചിലെ വെൻഡിങ്, അവിടെ അതിനോട് ചേർന്ന് നമ്മൾ 2 ഭാഗത്തുമായിട്ട് ഇനി ബാത്റൂമുകൾ പണിയും. അപ്പോൾ ആ ഒരു സങ്കടം തീർന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. അതാണ് ഉണ്ടായ ഒരു സങ്കടം. പിന്നെ ടീച്ചർ ഭയപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു പിൻസീറ്റ് ഡ്രൈവിങ്ങിനെ കുറിച്ച് 5 വർഷം മുമ്പ് ഇൻ്റർവ്യൂവിൽ ചോദിച്ചിരുന്നു. ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ഭയപ്പെട്ടിരുന്നു. ഒരു കണ്ണുരുട്ടുന്ന ഒരു പാർട്ടി സെക്രട്ടറി, കുറച്ച് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ. എന്നോട് അവരാരും കണ്ണുരുട്ടിയില്ല. അതെനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനൊരു അവസരം കൊടുക്കാത്തതുണ്ടാവും. കണ്ണുരുട്ടുവോ അല്ലെങ്കിൽ അധികാരത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കുമോ അങ്ങനെയൊന്നും എന്നോട് ആരും ചെയ്തിട്ടില്ല ശരിക്ക്. പക്ഷേ
ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് മാത്രമല്ല, നിസ്സംഗത കാണിക്കുമ്പോൾ ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാര്യങ്ങളാണ് എന്ന രീതിയിൽ തോന്നിയത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു ഗൗരവം തരുന്നില്ല ഇതിനാരും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? വലിയൊരു കാര്യമല്ലേ പറയണത്, അതൊക്കെ നടപ്പാക്കേണ്ടതാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വിഷമില്ല രഞ്ജിത്ത്. എന്താണെന്ന് വെച്ചാൽ അത്രയേറെ കാര്യങ്ങൾ വേറെ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ, നവകേരളത്തിൽ വന്നുപെട്ട പുതിയ പദ്ധതികൾ, അതൊക്കെ എന്തൊരു വലിയ മാനത്തിലേക്കാണ് പോയത്. ക്ഷേമകാര്യം എന്തൊരു വലിയ തലത്തിലേക്കാണ് പോയത്. സാധാരണ ഈ ക്ഷേമകാര്യത്തിലെ ചെയർമാനൊന്നും ചെയ്യാനുണ്ടാവില്ല എന്ന് അത്ര എല്ലാവരും പറയാറ്. ദിവാരേട്ടൻ എന്ന് പറഞ്ഞ ഇത്രയും വെറ്ററൻ പൊളിറ്റീഷ്യൻ, ഞാൻ അയാൾ അതാ പറയാം, അങ്ങനെയുള്ള ഒരാൾ, ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു കൗൺസിലർ, അദ്ദേഹത്തെ അത് അതിമനോഹരമായി കൊണ്ടുപോകാനും വ്യത്യസ്തമായ രീതിയിൽ അതെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്നിരുന്നു. ദിവാരേട്ടൻ എന്തൊരു പ്രോജക്റ്റ് പറയുമ്പോഴും അതിനകത്ത് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് തോമസ് ഐസക്കിനെ പോലെ, ഡോക്ടർ കൃഷ്ണകുമാറിനെ പോലെ, ഡോക്ടർ അരവിന്ദനെ പോലെയൊക്കെ നമ്മളെ സഹായിക്കാൻ കുറേ ആൾക്കാർ കോഴിക്കോട്ടേക്ക് വരികയും ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി അവരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ജയശ്രീ ടീച്ചറായാലും സെക്രട്ടറി ആയാലും ദിവാരേട്ടനും അങ്ങനെയുള്ളൊരു വലിയ ബന്ധം സാധാരണ കോർപ്പറേഷനുകളില്ലാത്ത രീതിയിൽ നല്ലത് നമുക്ക് ഉപദേശിച്ച് തരുന്നവരുമായി ഞങ്ങളെല്ലാവരും. അതിനകത്തൊരു പക്ഷേ അങ്ങനെ കുറവ് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത ഒരാൾ ഞാനായിരിക്കും. പക്ഷേ ഇവിടെ വെച്ചാൽ പലപ്പോഴും മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. എന്നാലും നമ്മുടെ ഉദ്യോഗസ്ഥർ മൊത്തത്തിൽ കാണിക്കുകയും അതൊക്കെ നമ്മുടെ കൗൺസിൽ മീറ്റിങ്ങിലും പലപ്പോഴും വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കാറുണ്ട്, അഴിമതി ആരോപണങ്ങൾ, അടിപിടിയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രതിപക്ഷ കൗൺസിലർമാരോട് ചോദിക്കുമ്പോൾ അത് ബീന ടീച്ചർ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല എന്ന് പറയും. വലിയ ആരോപണമൊക്കെ ഉന്നയിക്കും, പക്ഷെ അത് ബീന ടീച്ചർ ആയിരിക്കില്ല എന്ന് പറയും. അത് പ്രത്യേക സ്നേഹം കൊണ്ടാണ് അവരുടെ ടീച്ചർ അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പുകൊണ്ടാണ്. അത് എനിക്ക് കോഴിക്കോട്ടെ ഏത് പൂച്ചക്കുട്ടിക്ക് അറിയാം. ഞാൻ 15 വയസ്സിൽ ഇവിടെ പഠിച്ചു, ഇവിടെ ജോലി ചെയ്തു, വിവാഹം കഴിച്ചു, എൻ്റെ കുടുംബം ഇവിടെയാണ്. അപ്പോൾ എൻ്റെ ശരിയായ റൂട്ട് 15 വയസ്സിൽ ഇവിടെ എത്തിയതാണ് ഞാൻ. 67 വയസ്സ് കഴിഞ്ഞു എനിക്ക്. ഇത്രയും വർഷം എന്നെ നഗരത്തിലെ ജനങ്ങൾ, കുട്ടികളടക്കം ഉള്ളവരെങ്ങനെ പഠിച്ചിട്ടുണ്ട്? ഒരു കുട്ടി കേൾക്കുമ്പോൾ അത് എത്ര ചെവി കേൾക്കും? 8 ചെവി വീട്ടിൽ പോയിട്ട് കേൾക്കും. കുട്ടി ഇത് ആവർത്തിച്ച് പറയുന്നു, ആ വീട്ടിൽ ഇരിക്കുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഒരു ബീന ടീച്ചറെ പറ്റി പറയുമ്പോൾ. അപ്പം നമ്മളെക്കുറിച്ച് അങ്ങനെ നമ്മുടെ കുട്ടികൾ വീട്ടിൽ പോയി സംസാരിക്കും എന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്നെ എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. ഒരു സ്കൂളിൽ നിന്ന് ഒരു ചോക്ക് പോലും എടുക്കാതെ അങ്ങോട്ട് മേടിച്ച് പയ്യുന്ന പൈസ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടീച്ചറാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കൊട്ടിപ്പാടുകയോ ആഘോഷിക്കുകയോ മാർക്കറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ എന്നെ പച്ചവെള്ളം പോലെ അറിയുന്ന ഈ കോഴിക്കോട്ടുകാരോട് വേറൊരു അഴിമതി ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഓരോരുത്തരൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട് പിന്നെ ടോം ആൻഡ് ജെറിയിലെ ആളിങ്ങനെ വിഷമിച്ച് നിൽക്കണ പോലെ എന്നെ പിന്നെ കാണുമ്പോൾ നിൽക്കുകയൊക്കെ ചെയ്യും. അതെ, അപ്പം ഞാൻ പോയിട്ട് ഇങ്ങനെ തട്ടും. അതെ, ആ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു കേട്ടോ, ഇതൊക്കെ വെറുതെ രാഷ്ട്രീയ പറയണത് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറയും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരൊന്നും പേര് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും മേയർക്കൊന്നും തോന്നരുത് കേട്ടോ എന്ന് വന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അതൊരു പാർട്ടി ആയിരിക്കും ചെയ്തത്, ടീച്ചറല്ല. അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അതെനിക്ക് അറിഞ്ഞുകൂടാ ശരിക്ക്. അഴിമതി എന്നത് ഒന്നും അഴിമതി ഉള്ളതായി തോന്നിയിട്ടില്ല എനിക്ക്. നമ്മളിപ്പോൾ ആ കെട്ടിട നമ്പറിൻ്റെ കേസിൽ എല്ലാവരും പറയുമ്പോൾ രഞ്ജിത്ത് ആലോചിച്ചില്ലേ, ആ സമയത്ത് പത്രവാർത്ത വന്നില്ലേ, എത്ര മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ കെട്ടിട നമ്പർ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിരുന്നു ആ സമയത്ത്, പിന്നെ അത് റെക്ടിഫൈ ചെയ്തത്. അപ്പോൾ നമ്മൾ മാത്രം സത്യസന്ധമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് കേസ് കൊടുത്തു. സത്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും മാതൃകാപരമായ കാര്യമല്ലേ ചെയ്തത്? ആലോചിച്ച് നോക്കി അല്ലേ? എന്നിട്ട് നമ്മൾ പ്രതിക്കൂട്ടി നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു യുക്തിയില്ലാത്ത കാര്യമല്ലേ അവർ പറയണത്? ഞാൻ അവരോട് ചോദിച്ചു, നമ്മൾ ചെയ്തത് എന്താ? പൂത്തി വയ്ക്കുന്നതിന് പകരം അപ്പോൾ തന്നെ ഇത് നമ്മളെല്ലാവരും അന്വേഷിച്ചു. യൂണിയൻകാർ വന്ന് പറഞ്ഞു ഇത് കൊടുക്കണം. യൂണിയൻ്റെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ അതിൽ ഓരോരുത്തർ കുടുങ്ങി. അവരറിഞ്ഞ് ചെയ്തിട്ടല്ല, അവർക്ക് കൊടുത്ത്, അതായത് ഏതൊരാൾക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരുന്നു അന്ന് അത് പ്രവർത്തിച്ചിരുന്നത്. അതാണ് കാരണം. ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ എന്താ പറയണത്, അവരുടെ ലോഗിൻ പാസ്വേഡ് ഷെയർ ചെയ്തുകൊണ്ട് മാത്രമൊന്നും അല്ല വന്നത്. അല്ലാതെയും പല കാരണങ്ങളെ കൊണ്ട് അതിനകത്ത് എന്തോ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഗവൺമെന്റ് ഒരു ലോബിയിങ് ഉള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ അധികാരത്തിൽ നമ്മൾ എത്ര ക്ലീൻ ആവാൻ ശ്രമിച്ചാലും ഒരു ഇടനിലയിലൊക്കെ നിൽക്കുന്ന, അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ ചില എന്താ പറയുക ദല്ലാൾമാർ, അത് നമുക്ക് മുമ്പേ ഉണ്ടല്ലേ, എല്ലായിടത്തും ഉണ്ട്. അതിനെ കുറയ്ക്കാൻ നമുക്ക് സാധിച്ചത് 5:15 കഴിഞ്ഞ് ആരും നിൽക്കരുതെന്ന് പറയാനും കുറേ പേരോടൊക്കെ ഇവിടെ വരരുതെന്ന് പറയാനും ഒരു വിസിൽ വിളിക്കാനും ഒക്കെ സാധിച്ചു. പലരും നമ്മൾ താക്കീത് ചെയ്തു. നമ്മളിപ്പം റവന്യൂവിൽ അതുപോലെ എഞ്ചിനീയറിങ്ങിലൊക്കെ നമ്മൾ സെക്യൂരിറ്റിയെ നിർത്തി. ഒരാൾക്കും തോന്നുമ്പോൾ വരാൻ പറ്റില്ല, ഇന്ന സമയം കഴിഞ്ഞല്ലാതെ ഒരാൾക്കും അകത്തേക്ക് കിടക്കാൻ പറ്റില്ലാത്ത രീതിയിൽ കുറേയൊക്കെ സംവിധാനം ചെയ്താലും അഴിമതി ഒരു ആർട്ടിസ്റ്റിൻ്റെ പണിയാണ്. വേറല്ലേ, ആ അഴിമതി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ആ ഡിറ്റക്റ്റീവ് ഈസ് ഓൺലി എ ക്രിട്ടിക് എന്നാ പറയാ. അങ്ങനെ ചില അവതാരങ്ങളെ ഈ 5 വർഷം കാണാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് അവരെ കാണാനൊക്കെ പറ്റിയാലും രഞ്ജിത്തെ,
നമുക്ക് പിന്നെ പല രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും പേഴ്സണലായിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മളോടുള്ള അടുപ്പം കൊണ്ട് അവർ ഇന്ന ആൾക്കാർ നമ്മുടെ ശ്രദ്ധയിലാണെന്നൊക്കെ പറയും. അപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണുന്നുണ്ടാവില്ല. അഴിമതി വ്യക്തമായിട്ട് കാണുമ്പോഴല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നന്നായി ചെയ്യുന്നു, സാധുക്കളായ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും വേണം, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക നമ്മൾ പറയുമല്ലോ. 3 സെൻറ്റിനകത്ത് വീട് വയ്ക്കാൻ വരുന്നവൻ്റെ അപ്പുറത്ത് 5 സെൻറ്റിമീറ്റർ വ്യത്യാസം വന്നു അവൻ്റെ സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ അവൻ ആകെയുള്ള സെറ്റ് ബാക്ക് 1.5 അടിയാണ്. അതിനകത്ത് ഈ 5 സെൻറ്റിമീറ്റർ വ്യത്യാസം നിങ്ങൾ പരിഗണി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരി മാഡം അങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് ചെയ്യുകയും നമ്മൾ ഇടപെടാതെ തന്നെ പാവപ്പെട്ട ആളിനെ ചെയ്തിട്ട് പോട്ടെ എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ അഴിമതി ആരോപണം വരുമ്പോൾ ഇവർ അഴിമതി ചെയ്തെന്നുള്ളതിന് എനിക്കൊരു തെളിവുമില്ല. നേരല്ലേ അത്? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നു, പാവപ്പെട്ട ആൾക്കാരോട് അലിവ് കാണിക്കുന്നു, അതുപോലെ കോൺട്രാക്ടേഴ്സിനോടായാലും ഒക്കെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരൊരു നല്ല ഉദ്യോഗസ്ഥനെന്ന് എനിക്ക് പറയാൻ പറ്റും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അത്ര പിന്തുണ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിരുന്നു. ഇടയ്ക്കൊക്കെ വേറെ കുറേ പൊളിറ്റിക്സൊക്കെ അതിനകത്തുണ്ട്. അതിനകത്തേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ എന്തോ കാണാൻ വരുന്ന എന്തോ കുഴപ്പമെന്നുള്ള രീതിയിൽ ഒക്കെ ഇവർ പറഞ്ഞ് ഞാൻ വിചാരിക്കണം അതൊരു സൗകര്യപൂർവ്വം ആരൊക്കെ ഉണ്ടാക്കിയ ഒരു നുണക്കഥയായിരിക്കും എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരു മേയറെ കാണാൻ വരുന്നതിൽ എന്തിനാ വിഷമം തോന്നേണ്ട ആവശ്യം? ശരിക്കാലോചിച്ച് നോക്കി, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ലുക്കിംഗ് ബാക്ക് ഞാൻ വിചാരിക്കുന്നു ആരെയൊക്കെയോ കുറ്റപ്പെടുത്താൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ ചില നുണകളായിരിക്കും അതൊക്കെ എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ആരോടെങ്കിലൊക്കെ നീരസം എനിക്കോ നീരസം ഒന്നും എൻ്റെ മനസ്സിൽ എൻ്റെ നിഘണ്ടുവിലില്ല രഞ്ജിത്തെ. ഞാൻ ഏറ്റവും അധികം ക്ഷമിക്കുന്ന മുഖം കറുപ്പിച്ചൊക്കെ ഞാൻ സംസാരിക്കും. ഇഷ്ടമില്ല ഞാൻ നല്ലോണം ചീത്ത പറയും. അത് ഇഷ്ടമില്ലെങ്കിലാണല്ല, ചില ആൾക്കാരെ ക്രൂരമായ പ്രവൃത്തി ഉണ്ടാവും, സഹിക്കാൻ പറ്റില്ല എനിക്കത്. അത്രയും ജനങ്ങൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവന്മാരിരുന്നിട്ട് ഇങ്ങനെ ഈ ഫയലുന്താണ്, എന്നിട്ട് അതിനൊരു 100,000 ന്യായവും അതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. സത്യമായിട്ടും നമ്മൾ ശപിക്കരുതെന്ന് പറയും. ശപിച്ചാൽ നമ്മൾ ചെയ്ത എല്ലാ നന്മയും ഇല്ലാതാവുമെന്ന് പറയും. നമ്മൾ ദുർവാസാവിനെ പറ്റി എപ്പോഴും പറയുമല്ലോ. വീണ്ടും എത്രയോ തപസ് ചെയ്തെങ്കിൽ ഈ ഒരിക്കൽ ഒരാളെ ശപിച്ചതിന് ദോഷം മാറും എന്നൊക്കെ നമ്മൾ കേട്ട് പഠിച്ചവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊക്കെ ഉള്ളിലുണ്ട് ആരെയും അറിഞ്ഞുകൊണ്ട് ദോഷം വരണേ എന്ന് വിചാരിക്കരുത്. ശത്രു ആയാലും വിഷമിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ വേണമെന്നറിയാതെ പോലും മനസ്സിൽ തോന്നരുതെന്ന് കരുതി മനസ്സിനെ പോലും വിലക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുമ്പോഴും അതിനെ മറയ്ക്കാനുള്ള കഴിവുണ്ടാവണം എൻ്റെ മനസ്സിന് എന്ന് വിചാരിച്ചുകൊണ്ട് അവരവരെ സ്ഫുടം ചെയ്തെടുക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരാളോടും അങ്ങനെ ഒരു ഭയങ്കരമായ ദേഷ്യമോ അല്ലെങ്കിൽ ശാപമോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷേ ചില കേസിൽ ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞു പോയിട്ടുണ്ട്. അത് ശാപം കിട്ടും നിങ്ങൾക്കൊണ്ട് മക്കൾ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല എന്തായാലും. അതൊക്കെ വരുമ്പോൾ അത് വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാതെ ഒരു ചെറുപ്പക്കാരുടെ ജീവിതം തുലന്നു പോകുന്നത് കാണുമ്പോൾ അത് സഹായിക്കാത്തവരോട് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ചട്ടപ്പടി ഇങ്ങനെ ഫയൽ ഒന്നിട്ട് ഫയലിൻ്റെ അകത്ത് 10,000 ഒബ്ജക്ഷൻസ് വെച്ച് ഒരാളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാൻ പറ്റും. അത് കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാറുള്ളത്. അപ്പം ഞാൻ തുറന്ന് ശപിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞു ശാപം കിട്ടും നിങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞു. അത് കിട്ടും, അത് കിട്ടുന്നുള്ള ഉറപ്പാണ്. അത് ആർക്കായാലും കിട്ടും. കാരണം അത്രയേറെ കോർപ്പറേഷൻ ഇഷ്ടം പോലെ ലാഭം ഉണ്ടായാലും അതിനെ എന്ത് ചെയ്യാനാ, അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ ആളില്ലാതെ വരികയാണ് ഈ ടെക്നിക്കലായിട്ടുള്ള ഒബ്ജക്ഷൻസ് വെച്ചുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയൊക്കെ ഞാൻ നോ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. അല്ല, നോ എന്ന് പല കാര്യത്തിലും പറയേണ്ടി വരും. അത് ചെയ്യാൻ പറ്റില്ല, അതിങ്ങനെ പറ്റൂ എന്ന് പറയേണ്ടി വരും. പിന്നെ ചിലരൊക്കെ അവരവരുടെ ഔദ്യോഗികമായ സ്ഥാനരംഗത്തിരുന്നുകൊണ്ട് അവർ വിചാരിച്ചതേ നടക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. നമ്മളൊന്നും ഒരു കാര്യവും ഒരാൾക്ക് ഫേവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല. നമ്മളത് ഏറ്റവും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും പറയുന്നത്. അപ്പം അതിനോടൊക്കെ അവഗണന കാണിക്കുന്നവരൊക്കെ പിന്നീട് അനുഭവിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ. ഇങ്ങനെ ഒരുപാട് പോയിറ്റിക് എന്താ പറയുക, കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയുമല്ലേ. കാലത്തിൻ്റെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 5 വർഷം കൊണ്ട് രാഷ്ട്രീയക്കാരിയായി എന്ന് തോന്നിയോ? ഇല്ല. എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് എനിക്കറിയാം. രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലുണ്ട്. അങ്ങനെയല്ല, അതല്ല, ഞാൻ എൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൽ എൻ്റെ ഒരു വിശ്വാസം എന്താ അറിയോ, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന കക്ഷിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനസ്സാണ് എനിക്കെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട് എന്നെപ്പറ്റി. അത് ആരംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആ വിശ്വാസമുണ്ട്. കാരണം ഞാൻ വളർന്നത് ഒരു കൊടി പിടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. ഞാൻ വളർന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാണാതെ പറയാൻ കഴിവുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നതെന്ന് ആലോചിക്കാം. അങ്ങനെയുള്ള കുടുംബത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങാൻ വേണ്ടി സകല ധനവും ഇതും ഒക്കെ വിട്ട്
അവസാനം സ്വത്ത് കണ്ടുകെട്ടുമെന്ന് വന്നപ്പോൾ കിട്ടിയ വിലയ്ക്ക് വിറ്റിട്ട് കൊച്ചി സംസ്ഥാനത്ത് വന്ന് സ്ഥലം വാങ്ങിയത് കൊണ്ടാണ് ഞാൻ തൃശ്ശൂർക്കാരിയായതിൽ ഞാൻ കൂത്തുപറമ്പുകാരി തന്നെ ആവുമായിരുന്നു. ആലോചിക്കണം. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അത് ജനറ്റിക് ആണോ എന്ന് ഞാൻ ഇപ്പോൾ സംശയിക്കുന്നു. പണ്ട് ഞാൻ വിചാരിച്ചു ഇത് ചെറുപ്പത്തിലേ നമ്മൾ കേട്ട് പഠിക്കുന്നതാണ്, ഇറ്റ് ഈസ് അക്വയേർഡ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച പോലെ അതാണ് അക്വയേർഡ് ആണ് എന്ന് ചിന്തിച്ച് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്. എന്നെപ്പോലുള്ള ഒത്തിരി മനുഷ്യരുണ്ട്, അവരൊക്കെ ചേരുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊരു ജനറ്റിക് ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയൊക്കെ കൂടുതൽ മനസ്സിലാവുകയാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ പോയി സ്വത്തെല്ലാം കളഞ്ഞു അല്ലെ കള്ളു കുടിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ അച്ഛനെയൊക്കെ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ കടന്നു വന്നപ്പോൾ നമുക്ക് മറിച്ച് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ് എൻ്റെ അച്ഛനെ. അതായത് എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഇത് മാത്രം എന്ന് ചിന്തിക്കാതെ ആ ഏൽപ്പിച്ചൊരു ദൗത്യത്തിനെ അതിൻ്റെ കഴിയുന്നത്ര എൻ്റെ കഴിവിൻ്റെ 100% ഉപയോഗിച്ച് ഞാൻ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് കുറേ നഷ്ടങ്ങൾ അതുകൊണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഒരേ സമയം ഞാൻ മനസ്സിൽ വിങ്ങുകയും അതേസമയം എൻ്റെ അച്ഛനെപ്പോലുള്ള കുറേയേറെ സഖാക്കളുടെ, അതുകൊണ്ട് ഇന്നും ഒരു പ്രായമായ ഒരു സഖാവ് തുടക്കത്തിൽ നന്നായിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തൊരു മനുഷ്യൻ്റെ മൃതശരീരത്തിൻ്റെ മേലെ ആ ചുവന്ന കൊടി കാണുമ്പോൾ ഞാൻ കരയും. കാരണം ഞാൻ അവരൊക്കെ ഒരു കൂലിപ്പണിക്കാരായിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ അവരെന്തുമാത്രം സഹിച്ചിട്ടുണ്ടാവും, അവരുടെ കുടുംബം എത്ര സഹിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രായമുള്ള സഖാക്കളുടെ ഒക്കെ അവർ മരിച്ച ശേഷം കാണാൻ പോകുമ്പോഴൊക്കെ എൻ്റെ ഉള്ളു കരയും. ഞാൻ കുറച്ചധികം സമയം അവിടെ നിൽക്കും, പിന്നെ കരയുന്നതാരും കാണണമല്ലോ എന്നെഴുതി വേഗം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അത് ഒരു മനസ്സാണ്, ശരിയല്ലേ? അതൊരു സ്വത്വബോധമാണ്. ഈ സ്വത്വബോധം നമ്മളിൽ ഉണ്ടാക്കുന്നതിനകത്ത് ഈ പറഞ്ഞതുപോലെ ആശയങ്ങൾ അതിനകത്ത് വലിയൊരു ഉണ്ടെങ്കിലും ചിലരിലെങ്കിലും താൻ എന്ന ഒന്നിൽ നിന്ന് തൻ്റെ സ്വത്വം താൻ അറിയാതെ മറ്റുള്ളവരിലേക്കും പോകുന്നുണ്ടാവും. നേരല്ലേ? ഈ രാഷ്ട്രീയം ഉള്ളിലുണ്ട്, ഉറച്ച ബോധ്യമുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ രാഷ്ട്രീയക്കാരിയല്ല എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരിയല്ല. രാഷ്ട്രീയം, പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ സ്കൗണ്ടറൽ. എന്നിട്ട് ടീച്ചർ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ നിർവചനത്തിലെ പൊളിറ്റീഷ്യൻ അല്ല, അതാണ് പുതിയ കാലഘട്ടത്തിലെ നിർവചനങ്ങളിൽ പുതിയ കാലഘട്ടം അല്ല മോനെ. ഇപ്പോഴും അതുപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക്. പാർട്ടിക്ക് വേണ്ടിയാണ് അവരെല്ലാം ചെയ്യുന്നത്. അവർ വ്യക്തിപരമായിട്ട് ഒന്നുമേ ആഗ്രഹിക്കുന്നില്ല. അവർ നിൽക്കുന്ന സമൂഹത്തിന് ചുറ്റും അവർ വലിയ ഫേമസ് ആയ ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഈ പാർട്ടി നിന്ന് പോകുന്നത് സത്യത്തിൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ അർത്ഥത്തിൽ അവർ കൃത്യമായ രാഷ്ട്രീയക്കാരാണ്. അവർക്കൊരു രാഷ്ട്രീയമുണ്ട്. അത് ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും അത് നടപ്പിലാക്കാൻ സമകാലിക രാഷ്ട്രീയത്തിൽ സമൂഹത്തിൽ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള സഖാക്കളാണ് സത്യം പറഞ്ഞാൽ ഈ പാർട്ടിയുടെ അടിത്തറ. അതിപ്പോഴും അവർ അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇനിയിപ്പോൾ അധികാരം കിട്ടിയില്ലെങ്കിലും സ്ഥാനം കിട്ടിയില്ലെങ്കിലും അവർക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ ഈ രാഷ്ട്രീയക്കാരാണെന്ന് ചോദിച്ചത് അഴിമതിയുടെ കാര്യത്തിലൊന്നുമല്ല കേട്ടോ, അത് പുറത്തുള്ള വ്യാഖ്യാനങ്ങളാണ്. ഇപ്പോൾ നമുക്കൊരു എതിരെ വിമർശനങ്ങൾ വരുമ്പോൾ വളരെ സ്ട്രിക്റ്റായി സ്റ്റേണായി അതിന് മറുപടി പറയാൻ പറ്റുക, ചില ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ മനസ്സ് തളരാതിരിക്കുക, അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ അക്യൂർ ചെയ്തിട്ടില്ല? അതൊക്കെ എനിക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോപണം കേൾക്കുമ്പോഴൊന്നും ഇതൊരു നാടകമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി. ഈ കൗൺസിലൊക്കെ വെറും നാടകമാണ്. കാരണം അവർക്കറിയാം ഇതൊന്നും ചെയ്തില്ല എന്ന്. പറയാൻ വേണ്ടി പറയുക, അഴിമതിയാണ് എന്ന് പറയാൻ വേണ്ടി പറയുക. അഴിമതിയായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഇയാൾ അഴിമതി ചെയ്തു എന്ന് ഒരാളെയും പറയാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കാടടച്ച് വെടിവെക്കുന്ന ഈ ആൾക്കാരോടൊക്കെ എനിക്ക് പുച്ഛം തോന്നുന്നു. എനിക്ക് ആകെ ടീച്ചർ 5 വർഷത്തിൽ ആകെ ഈ അഴിമതി ആരോപണം കൗൺസിലുണ്ടാവും, അതല്ലാത്തൊരു അന്ന് ബാലഗോകുലത്തിൻ്റെ പരിപാടി പങ്കെടുത്ത് മാത്രം. എനിക്ക് തോന്നുന്നു അത് എല്ലാ പരിപാടികളും വിളിക്കുന്നിടത്തൊക്കെ പോകുക എന്നുള്ളൊരു നയമുള്ളതുകൊണ്ട്. അതുകൊണ്ടല്ല, അത് എൻ്റെ വാർഡിൽ ആകെയുള്ളൊരു സ്കൂള് ചിന്മയ മിഷൻ സ്കൂളാണ്. അപ്പോൾ ചിന്മയ മിഷൻ സ്കൂളിന് ഒരു വർഗീയതയുടെ ചായ്വൊന്നും ആ സമയം വരെ ഉണ്ടായിരുന്നില്ല. അറിയാമല്ലോ, ചിന്മയ സ്വാമിജികളെ നമ്മൾ കണ്ടിട്ടുള്ള ആളാണ്, കേട്ടിട്ടുള്ള ആളാണ്, വായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പ്രൂഡൻസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചിന്മയജീനെ നമ്മൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രൂഡൻസ് കോളേജിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഫിലോസഫി അതെന്താണെന്ന് വ്യക്തമായിട്ട് അറിയും. ഒന്ന്, അത് അവിടെ വെച്ച് നടക്കുന്നു. രണ്ടാമത്, എൻ്റെ വാർഡിലെ സ്ത്രീകളാണ് വന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കുറച്ച് ഒഴിവാകാൻ നോക്കി എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അവർ ഒരു രാഷ്ട്രീയം വിചാരിക്കരുത്. അതൊരു സിൻസിയറായിട്ട് പറഞ്ഞത് രഞ്ജിത്തെ. ആ വന്ന സ്ത്രീകൾക്ക് മേരുടെ 2 വാക്ക് കേൾക്കണം. ഞാനാണെങ്കിൽ പുരാണവും രാമായണവും എല്ലാം കോട്ട് ചെയ്ത് പറയുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഞാനൊന്നും പറഞ്ഞില്ലേ, പഠിപ്പിക്കുന്ന കാലത്തും ടീച്ചർ പറയുമായിരുന്നു. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതാ പറഞ്ഞു, അതേ പറഞ്ഞു. അതൊക്കെ വേദവും ഉപനിഷത്തും എല്ലാം പല ഭാഷയിൽ ഇരുന്ന് ചിരിക്കുന്ന പുസ്തകങ്ങളുള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്.
മുഴുവൊന്നും വായിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ പലപ്പോഴും റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കുന്ന കല്ലെന്ന് ഞാൻ പറയൂ, അല്ലാതെ അത് മുഴുവനൊന്നുള്ള അറിവ് എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ അത് വ്യക്തമാണ്. അപ്പോൾ അതിനോട് ബഹുമാനമുള്ള കുറേ ആൾക്കാരുണ്ടാവും. ടീച്ചർ അങ്ങനെയാണല്ലോ പറഞ്ഞു തരുന്നത് എന്ന രീതിയിൽ. അതിനിപ്പോൾ വ്യാഖ്യാനിച്ച് ഓടിക്കാൻ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനങ്ങളാണല്ലോ പിന്നീട് വന്ന വിമർശനങ്ങൾ. അല്ല, ആ വിമർശനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സത്യത്തിൽ ഞാൻ അവരോടത് പറഞ്ഞാൽ മതിയായിരുന്നു. ഏത്, ഞാൻ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി ആൾക്കാർ പറയില്ലേ, അതുകൊണ്ട് വേറൊരിക്കൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിച്ചോ, ഇതിൻ്റെ കെയർ ഓഫിലല്ലാതെ ഒരു മീറ്റിംഗ് ആയിട്ട് വിളിക്കും, ഒരു സ്ത്രീകളുടെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് എനിക്ക് വരാൻ പറ്റും. ഇതങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചില്ല. എൻ്റെ വാർഡിലെ കുറച്ച് പേര് വന്നു, അവർ രാഷ്ട്രീയം ആലോചിക്കരുത് ടീച്ചർ, ഞങ്ങളെല്ലാവരും ഒരേ വാക്കിൽ പറഞ്ഞു, നമ്മളെ മേയർ എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണു പോയി എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ എനിക്കൊരബദ്ധം പറ്റിപ്പോയത്. ഞാൻ പറഞ്ഞത് അത് എടുത്തു പറഞ്ഞതല്ല, അത് മാത്രമാണ് ഒരു എന്താ പറയുക, മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം വളരെ പോസിറ്റീവ്. സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, നീ ഒരുത്തനാ കാരണം എന്ന് പിന്നീട് പറഞ്ഞു. സന്തോഷം വലിയ വിഷമായി. ഞാൻ പറഞ്ഞു, സാരമില്ല, പത്രക്കാരുടെ ജോലികൾ അതുകൂടെയൊക്കെ ആണല്ലോ, പ്രത്യേകിച്ച് മനോരമയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പത്രക്കാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അല്ല, അതിൻ്റെ അല്ല, കാലം മാറുമ്പോൾ പൊളിറ്റീഷ്യൻസിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു രഞ്ജിത്ത് പറഞ്ഞതുപോലെ പത്രക്കാർക്കും പിടിച്ചു നിൽക്കേണ്ടി വരികയാണ്. സർവൈവൽ അത് ലോകത്തിൽ എക്കാലം ഇല്ലേ. ഡാർവിൻ പറയുന്നതിന് മുമ്പും സർവൈവൽ എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് അതിജീവനത്തിൻ്റെ പ്രശ്നമായിട്ടാണ് വാസ്തവത്തിൽ ഈ റിപ്പോർട്ടർമാരുമായിട്ട് വരുന്ന കുട്ടികൾ. അവരെല്ലാവരും ഒരു പക്ഷേ സത്യസന്ധമായി അവരെഴുതിയാൽ പോലും നിക്ഷിപ്ത താല്പര്യങ്ങൾ പത്രങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരത് ഒന്നുകൂടി വളച്ചൊടിച്ചിട്ടോ അല്ലെങ്കിൽ ദ്വന്ദ്വർത്ഥം ആരോപിക്കപ്പെടാവുന്ന രീതിയിലൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കണ്ട് നമുക്കത് ശീലമായി. എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കാതിരിക്കണം എന്നറിയാത്തൊരവസ്ഥയായി. പക്ഷേ പണ്ടൊക്കെ ഹൈക്കോടതി വരെ ചോദിക്കുമായിരുന്നു. ഹിന്ദുവിൽ ഒരു വാർത്ത കണ്ടപ്പോൾ വക്കീലത് കോട്ട് ചെയ്തപ്പോൾ മറ്റേ വക്കീൽ എതിർത്തു. അപ്പോൾ ഉടനെ തന്നെ ഹൈക്കോടതി ജഡ്ജ്, ബട്ട് ഇറ്റ് ഇസ് ദ ഹിന്ദു. നിങ്ങൾ ആലോചിക്കണം, ആ പത്രം ഒരിക്കലും ക്രെഡിബിലിറ്റി, ആ ഒരു ക്രെഡിബിലിറ്റി ഇപ്പോൾ ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ സത്യം ഞാൻ പറയാം, എനിക്ക് അറിഞ്ഞുകൂടാ. അതെത്രമാത്രം 100% ക്രെഡിബിലിറ്റി ആർക്കുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു ടീച്ചർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി രാഷ്ട്രീയത്തിലുണ്ടോ അല്ലെങ്കിൽ ഇനി ഇത്തരം മേഖലകളിൽ തന്നെ തുടരുമോ? നേരത്തെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ സാഹിത്യത്തിലും എഴുത്തിലൊക്കെ ഉണ്ട്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്ന് ചോദിച്ചാൽ? എനിക്ക് കുറച്ച് സമയം ഒരു ബ്രേക്ക് വേണം, റെസ്റ്റ് വേണം. രഞ്ജിത്തിനറിയാം, ഞാൻ ജോലി ചെയ്യുന്ന കാലത്തും എനിക്ക് ബ്രേക്കില്ല. ഞായറാഴ്ച ഞാൻ സ്കൂളിൽ വരും, ശരിയല്ലേ, പല ആവശ്യങ്ങൾക്കും. അത് കഴിഞ്ഞ് ഞാൻ പ്രിൻസിപ്പളായപ്പോൾ പിന്നെ എനിക്ക് യാതൊരു റെസ്റ്റും ഇല്ല. ഒരു ഞായറാഴ്ച ഇല്ല, ഹോളിഡേ ഇല്ല. അതുപോലെയൊക്കെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ മക്കൾക്കോ അല്ലെങ്കിൽ അവർക്കൊന്നും കൊടുക്കാൻ പറ്റാതിരുന്ന കുറേ ശ്രദ്ധ ബാക്കിയുണ്ട് ഇപ്പോഴും. അപ്പോൾ അത് എനിക്ക് അവരുടെ കൂടെ കുറച്ച് കാലം, അവർക്ക് എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം. ഞാൻ ആർക്കും ഒരു ഭാരമാവണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അതിനുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഗ്രൂപ്പ്, കുറച്ച് പ്രായം ചെന്നവർ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കൂട്ടുകാർ എല്ലാവരും ചേർന്നിട്ട് കൊച്ചൊറ്റ മുറി, ഒരു ചെറിയ സൈഡ് റൂം പോലത്തെ എന്തെങ്കിലും സാധനമായിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള നാട്ടുമ്പുറം പോലത്തെ ഒരു സ്ഥലത്ത് കുറഞ്ഞ ഒരു ഇതൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് പേര്, ഒരു 10 വീട്ടുകാർ, അപ്പം ഒരു കമ്മ്യൂൺ പോലെ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളും മിതമാണ്, ആ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ. അങ്ങനത്തെ ചിന്തകളൊക്കെ നമുക്കുണ്ട്. പക്ഷേ കുട്ടികൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം കുറച്ച് കാലമെങ്കിലും അവരെ സഹായിക്കണം എന്ന് എനിക്കുണ്ട്. നാട്ടിൽ തന്നെയാണോ? രണ്ടുപേരും പുറത്തല്ലേ, അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പോകണം. ഇപ്പം മോളെ സംബന്ധിച്ചൊരു പരീക്ഷ എഴുതി പാസ്സാവാനുണ്ട്. അതിപ്പോൾ അവൾ പണ്ട് ഞാൻ ചെല്ലുമെന്ന് വിചാരിച്ചിട്ട് പരീക്ഷയ്ക്ക് ഡേറ്റ് കൊടുത്തു, ആ പൈസയൊക്കെ പോയി. രണ്ടാമത് ഞാൻ ഈ ഇലക്ഷൻ നേരത്തെ കഴിയുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അവളോട് ഡേറ്റ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ജനുവരി 30 അത് തീരും. അപ്പോൾ അതുവരെ അവളുടെ കൂടെ നിൽക്കണം. ആ പരീക്ഷ അവൾ പാസ്സായാൽ ഒരു പക്ഷേ എനിക്ക് ഒരു മാസം നിന്ന് അവിടെ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ചു വരാൻ പറ്റും. പാസ്സായിട്ടില്ലെങ്കിലോ നമ്മൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളോട് വന്ന് നമുക്ക് അപ്പോൾ കാണാം. അപ്പോൾ ടീച്ചർ ഈ ഒരു പൊതുരംഗം എന്ന് പറയുന്നത് ടീച്ചർ ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ് തുടക്കത്തിൽ പറഞ്ഞത്. ആ പൊതുരംഗത്തേക്ക് തിരിച്ചു വരായികയൊന്നുമില്ല. ഇല്ല, ഞാനിപ്പോഴും പറയുന്ന അധികാരത്തെക്കാളേറെ കൗൺസിലറായിട്ടൊന്നും അല്ല ആവണമെന്നില്ല രഞ്ജിത്തെ. എനിക്ക് അത് ഭയങ്കര ടൈറ്റായിട്ടൊരു ഷെഡ്യൂളിലേക്ക് പോകാൻ മാത്രമുള്ള ഒരു എനർജി ഒന്നും ഇനി ഉണ്ടായി എന്ന് വരില്ല. മാത്രമല്ല എനിക്ക് ഈ ഹോട്ടലിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എൻ്റെ ഭക്ഷണം ഞാൻ മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള അസുഖവും പിടിപെടുമെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ കുക്കിംഗ് എന്നത് ഞാൻ തന്നെ ചെയ്ത് എനിക്ക് വേണ്ട കുറച്ച് പച്ചക്കറിയും വല്ലപ്പോഴും വല്ല മീനോ ഇറച്ചിയോ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും വരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇനി എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ആ ലിറ്ററേച്ചർ അവാർഡ് ദാന ചടങ്ങിൽ സാറാ ജോസഫ് പറഞ്ഞു,
ഞാനിങ്ങനെ ഇങ്ങനെ ഒരു മേയറെ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്, ഇങ്ങനെ സാഹിത്യവും സാംസ്കാരികമായിട്ടൊക്കെ പറയുന്നൊരു മേയറെക്കുറിച്ച്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ളൊരു എന്തായാലും തിരിച്ചറിയുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ പറയാൻ പറ്റും? എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക്, സ്വത്വബോധം. തന്നെയും കവിഞ്ഞ് വിഷമിക്കുന്നവരടുത്തേക്ക് എത്തുന്ന ഒരു സ്വത്വബോധം എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. അപരത്വത്തെ തിരിച്ചറിയാം. അപരത്വം അല്ലത് ശരിക്ക്, ഇറ്റ് വാസ് ദെയർ ഇൻസൈഡ് മീ. എനിക്കത് കണ്ടെത്താനായിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, എനിക്ക് ചിന്തിക്കേണ്ടി വന്നില്ല. ഇതെൻ്റെ പ്രകൃതമാണ്. എൻ്റെ അച്ഛനൊക്കെ ഇതുപോലെ ചെയ്ത് കണ്ടതുകൊണ്ട് ആർക്ക് വേണ്ടിയിട്ടും അങ്ങ് ഇറങ്ങുകയാണ് നമ്മൾ. അതിനപ്പുറത്തേക്ക് ആ ഒരു സ്വത്വബോധം വളരെ രൂഢമൂലമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്നൊരു തിരിച്ചറിവും എൻ്റെ അച്ഛനെ കൂടുതൽ മനസ്സിലാക്കാനും അമ്മയൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളത് ഈ രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഇത് തോന്നില്ലായിരുന്നു. നമ്മൾ എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട്, ആൾക്കാരുടെ കൂടെ നമ്മൾ നടന്ന് അവർക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതൊന്നും നമ്മൾ പണ്ട് ചെയ്തിരുന്നെങ്കിലും നമ്മൾ നമ്മുടെ കടമയായിട്ട് മാത്രമേ ചെയ്തോളൂ. ഇപ്പോൾ ആണ് ഞാനത് റിയലി ഐ ഡു എൻജോയ്. കാരണം അത്ര സ്ട്രെയിൻ എടുക്കുമ്പോഴും ഐ എം ഹാപ്പി ഇൻസൈഡ്. റൈറ്റ്. അപ്പോൾ ഏതായാലും കോഴിക്കോട് എക്കാലത്തും ഓർക്കുന്നൊരു മേയറായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല കോഴിക്കോട്ടുകാർക്ക് വേണ്ടിയുള്ളൊരു നന്ദി കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ടീച്ചറാണെന്നൊരു അഭിമാനത്തോടു കൂടി ഞാൻ അവസാനിപ്പിച്ചു.